ഇനി നമുക്ക് മോദകം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിലേക്കായി ഒരു ചെറിയ ബൗളിൽ ശർക്കരയും അതേ അളവിൽ ചെറുപയറും എടുക്കാം. പാത്രം അടുപ്പത്ത് വെച്ച് പയർ അതിലേക്കിട്ട് 2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നമുക്കിതിനെ വേവിക്കാം. ഓരോ തവണ വാങ്ങുന്ന പയറിനും ഓരോ വേവായിരിക്കും. ചില പയർ പെട്ടെന്ന് വേവും. അതുകൊണ്ട് ഇപ്പോൾ കുക്കറിൽ വെക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ വേവ് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്കിതിനെ സാധാരണ ഒരു പാത്രത്തിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് 1 കപ്പ് വെള്ളത്തിൽ ശർക്കര അലിയിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ പയറെടുത്ത അതേ അളവിനാണ് ശർക്കരയും എടുത്തത്. കൂടുതൽ മധുരം വേണമെന്നുള്ളവർക്ക് കുറച്ചധികം ശർക്കര ചേർക്കാവുന്നതാണ്. ഇനി പയർ വേവുന്ന ആ സമയം കൊണ്ട് നമുക്ക് മാവ് തയ്യാറാക്കാം. ഇതിലേക്കായി 1/2 സ്പൂൺ ബേക്കിംഗ് പൗഡർ എടുക്കാം, 2 സ്പൂൺ പഞ്ചസാര, കളറിന് വേണ്ടി 1 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്ക് കടലമാവ് 2 സ്പൂൺ, 2 സ്പൂൺ അരിമാവ്. മാവ് നല്ലതുപോലെ പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിമാവ് അല്ലെങ്കിൽ അരിപ്പൊടി ഉപയോഗിക്കുന്നത്. ഇനി ശർക്കരയും പയറും എടുത്ത അതേ അളവിൽ മൈദ എടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് മാവ് കുഴച്ചെടുക്കാം. ഇനി പയർ വേവുന്നത് വരെ നമുക്ക് ഈ മാവിനെ അടച്ച് മാറ്റി വയ്ക്കാം. പയറൊന്ന് ഹാഫ് കുക്ക് ആയിട്ടുണ്ട്. നമ്മൾ ചേർത്ത വെള്ളമൊക്കെ വറ്റി. ഇനി ഇതിലേക്ക് നമ്മൾ ശർക്കര ഉരുക്കി വെച്ചിരിക്കുന്നത് ചേർക്കാം. ഇനി ഈ വെള്ളം വറ്റുന്നത് വരെ അടച്ചു വെച്ച് വേവിക്കാം. ഇതിലേക്ക് ഒരു 3 ഏലക്ക ചതച്ചത് ചേർക്കാം. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർക്കാം. 1 സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കാം. ഇനി ഇതിനെ നന്നായി ഇളക്കി അടച്ചു വെച്ച് വെള്ളം വറ്റിച്ചെടുക്കാം. പയർ നന്നായി വെന്ത് ശർക്കര വെള്ളം വറ്റിയിട്ടുണ്ട്. ഇതിനെ തീ ഓഫ് ചെയ്ത് വാങ്ങാം. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പയർ തണുത്തിട്ടുണ്ട്. ഇനി ചെറു ചൂടോടെ അതിനെ ഉരുളകളാക്കാം. ഇതുപോലെ ചെറിയ ഉരുളകളാക്കി വെക്കുക. ഇനി ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കാം. സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ ഉപയോഗിക്കാം. ഇനി ഓരോ ഉരുളകളായി മാവിൽ മുക്കിയെടുത്ത് എണ്ണയിലിട്ട് വറുത്തെടുക്കാം. ഒരു 4-5 എണ്ണം ഒരു സമയം ഇട്ടാൽ മതിയാവും. പരസ്പരം അത് ഒട്ടിപ്പോവാതിരിക്കാൻ നോക്കുക. നമ്മുടെ മോദകം റെഡി ആയിട്ടുണ്ട്.